തുടങ്ങിയില്ലേ? ഫുൾ ബ്ലോക്ക് ആയിരിക്കും അച്ഛാ, മെല്ലെ പോവാൻ കഴിയൂ. അപ്പൊ ഗൈസ് നമ്മള് ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മള് അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടോ. എവിടേക്കാ പോകുന്നേ? അതെ, മാനാഞ്ചിറ സ്ക്വയറിൽ അടിപൊളി ലൈറ്റ് ഷോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ കൊല്ലം കാണാതെ പോകുന്നത് മിസ് ചെയ്യില്ലേ? അതൊന്നും ശരിയല്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മള് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എൻജോയ്മെന്റും എല്ലാം നമ്മുടെ കൂടെ നിങ്ങൾക്ക് ആഘോഷിക്കാം. ഓക്കെ, ഞങ്ങൾ മാത്രല്ല പോണ, കുറച്ച് കുടുംബ സെറ്റുകളും ഉണ്ട്. അങ്ങനെ അവര് വന്ന് അവരുടെ കഥകളും നമുക്ക് ഇന്ന് അറിയാം. അപ്പൊ അവിടെ കാണാം. ബൈ. തിരിച്ചൂടൂ. ഞാനൊന്ന് ഈ ബാബാ സൂട്ട് കോമഡി നല്ല രസം ഉണ്ടാവും. കിട്ടൂടെ ഇനി എൻ്റെ ബിരിയാണിയുടെ ബെഡ്റൂം എടുത്തിട്ട് പോയാൽ മതി. പന്നീക്കര വരെ കിട്ടുമോ? അവിടെ എത്തിയിട്ട് കാണാം. അല്ലുവിന്റെ കണ്ണങ്ങനായിട്ട് കാര്യമില്ല, കയ്യിൽ ക്യാഷ് നീങ്ങി. തിരക്കാവുന്നുള്ളൂ, ലൈറ്റ് വന്നില്ലല്ലോ. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിക്കോളും. Ready, 1, 2, 3. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വേറെയാണ്. ഞങ്ങളിതാ എല്ലാവരും മാനാഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലൈറ്റ്സ് ഒന്നും ഓൺ ആയിട്ടില്ല. കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഹേ ഗൈസ്, അപ്പം നമ്മളിതാ അവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് മറ്റേ ഇതിലൊക്കെ കളിച്ചില്ലേനോ? ഊഞ്ഞാലയിലൊക്കെ കളിച്ചില്ലായിരുന്നോ? അവിടേക്കാ പോകുന്നത്. അവിടേക്ക് പോണോ? പോണ്ടേ? അല്ലോ അല്ലോ അല്ലോ, കേറ്. കുട്ടികള് കേറും. അങ്ങനെ തന്നെയാ, കുട്ടികൾ ഇനി കേറിക്കൊണ്ടേയിരിക്കും. കേറ്. കേറ് കേറ് കേറ്. അങ്ങനെ അല്ലു പുളകിതനായി. മാറിക്കൊടുക്ക്. അല്ലൂന് പിന്നെ അങ്ങനെയാ, എവിടെ പോയാലും ഇതേപോലത്തെ ഓരോന്നുണ്ടാവും കളിക്കാന്. അതുകൊണ്ട് ഓന്റെ സമയം പോകും. പോരട്ടെ പോലെ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? എന്നാ വിട്ടോ. അല്ലു എവിടെ? കുട്ടിയൊക്കെ ശരിക്കും ഇതൊരു ബർത്ത് തന്നെയാണ്. ഇപ്പൊ കൊറേ, പക്ഷെ ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇവിടെ കൊറേ പൊട്ടിക്കെടുക്കുന്നുണ്ട്.
കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ? അല്ല പിടിക്കടാ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അമ്മായികൾ ഇത് വന്നിട്ടുണ്ട്. ഇതിൽ ഇനിയും ആൾക്കാർ വരാണ്ട്. അവരൊക്കെ പിന്നെ വർക്കുള്ളതിനെ കൊണ്ട് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവരെ കണ്ട് തൃപ്തിപ്പെടാം. ആ ചിരി നോക്കൂ, എന്തൊരു ഐശ്വര്യം, എന്തൊരു ഐശ്വര്യമുള്ള ചിരിയാ. ഞങ്ങൾ വീഡിയോ എടുക്കണ കണ്ടപ്പോഴേ മനസ്സിലായി അമ്മയ്ക്ക്. കണ്ടോ, ട്വിൻസാണ് രണ്ടാളും. വേറെ വേറെ കളറും ഒരേ പാറ്റേൺ ചുരിദാറാ. എന്തേലും രതീഷിന്റെ കടയെന്നോ പറഞ്ഞില്ല തേണി. അതേപോലെ മാച്ചാക്കിയിട്ടുണ്ട്. വല്യമ്മന്റെ വയ്യായി കഥകളും അമ്മേന്റെ കൊതുകടിയും എല്ലാം സഹിച്ചത് അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. കമന്റ് ചെയ്ത് അതല്ല, പിന്നിൽ കമന്റ് ചെയ്തോണ്ടിരിക്കുന്നത് അഭിഷ എന്റെ പാർട്ടി. ലൈറ്റ് വന്ന സന്തോഷത്തിൽ ഇതാ അമ്മയും വല്ലും പുളകിരിയാവുന്നു. എന്ത് കോയിത്ത് വരും. ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കളറായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി 10 മടങ്ങ് ലൈറ്റ് സെറ്റിംഗ് ആണ് മാനേജറിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർക്ക് വേണ്ടി ഒരുക്കിയത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാണികളും ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും കണ്ടോ? നമ്മൾ ഈ ഇട്ടാവട്ടം പോലത്തെ ഈ കോഴിക്കോട് സിറ്റിയിൽ ഇത്രമാതിരി മനുഷ്യന്മാരുണ്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രമാതിരി തിരക്കേന് ഒരു മുട്ടുസൂചി വീണാൽ പോലും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജാതി തിരക്കായിരുന്നു. നൈറ്റ് ആവും തോറും ആൾക്കാർ കൂടി ഇങ്ങനെ വരിക തന്നെയാണ്. ഇത് കല്യാണ വീഡിയോ അല്ല ഗൈസ്. വീഡിയോ എടുക്കാൻ പഠിപ്പിക്കുകയാണ്. അമ്മ നോക്കാൻ പറയും. ഈ പിരമിഡ് മാറ്റ സംഭവം ഭയങ്കര സെറ്റായില്ലേ. ഒരു ബ്ലൂ കളറിലുള്ള ആ പരിസരം മൊത്തം ഈ ബ്ലൂ കളർ തന്നെ. ഇത് ഇങ്ങനെ കാണാനെക്കാട്ടും ഭയങ്കര ബ്യൂട്ടി ആയിട്ട് നേരിട്ട് കാണുന്നത്. ചുറ്റും എന്താ പറയുക, ചുറ്റി ഒരു കയറൊക്കെ കെട്ടി. കാരണം പൊട്ടിച്ച് അതിനുള്ളിലൊക്കെ കയറി കുളമായി ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടുള്ള നല്ല സെറ്റപ്പിലാണൊക്കെ ആക്കിയത്. എവിടെ നോക്കിയാലും ലൈറ്റ് മയം, ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും ലൈറ്റ് മയം. മാനാഞ്ചർ തന്നെ ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയും വലിയ സ്ക്വയറിൽ. ഇതിനെക്കാട്ടി ഡബിളാണോ പോലും കോഴിക്കോട് നമ്മുടെ ബീച്ചിലുള്ളത്. അവിടേക്ക് ഇപ്പോൾ വണ്ടി പോലും അടുപ്പിക്കില്ല എന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാതെ വന്ന്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരാൻ പ്രയാസമാണ്. ന്യൂ ഇയർ 12 മണീൻ്റെ അലാറം കേട്ടിട്ട് പിന്നെ റിട്ടേൺ വീട്ടിലേക്ക് വരേണ്ടി വരും. അപ്പോഴത്തേനും പിറ്റേന്ന് രാവിലെ എണീച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉണ്ടാവില്ല. അപ്പോൾ ന്യൂ ഇയർ 1-ാം തീയതി നമ്മൾ നേരെ വൈകി എണീക്കണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും
എന്താണ് മുതിർന്നില്ല. ഇവിടുന്ന് എൻജോയ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വിടാനുള്ള പരിപാടി ഞങ്ങൾ നോക്കി. എന്താ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സ്നോമാൻ തന്നെയാണ്. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ സ്നോമാൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. പോയിക്കോ പോയിക്കോ പോയിക്കോ. ഇതിലേ വരണേ. സ്നോമാൻ്റെ ഉള്ളിൽ കൂടെ പോവാനുള്ള ആവേശമാണ്. അല്ലോ സോറി. എല്ലാരും വരക്കി വിടക്ക്. തണുപ്പത്ത് മാത്രം കാണപ്പെടുന്നത് എവിടെ എത്തിയിരിക്കുകയാണ്. ഇതിനെന്താ പറയാ, ഹിമക്കരടി. രംഗത്തേക്ക് വന്നു. നിശമോളിതാ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ന്യൂ ഇയർ വിശേഷങ്ങൾ ഗൈസ്. ഞങ്ങളൊരു 9:30-10 മണിയോടുകൂടി വീട്ടിലെത്തി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ 2025 ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഇത്. അപ്പം എല്ലാവരും ഞങ്ങളെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും ഞങ്ങളെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ ഈ കൊച്ചു ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ.